നിങ്ങൾ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണോ എങ്കിൽ ഇത് നിങ്ങൾക്കായുള്ള വീഡിയോയാണ്. ഈ വീഡിയോയിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. 2016 നടന്ന ഇതിന് മുമ്പ് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു അനാലിസിസ്, ദെൻ നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ, ദെൻ ഏതൊക്കെ റെഫറൻസുകളാണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത്, ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളാണ്, ഏതൊക്കെ വീഡിയോ ആണ് നിങ്ങൾ കാണേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഐഡിയ. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിജ്ഞാപനം വന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ തവണ 2016 സെപ്റ്റംബറിൽ നടന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു അനാലിസിസ്, ദെൻ അതിൽ ഏതൊക്കെ സബ്ജക്റ്റിൽ എത്രത്തോളം മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്, മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളതെന്നും, ദെൻ ആ സബ്ജക്റ്റ് ഹൈറാർക്കി, ഓരോ സബ്ജക്റ്റിനും എത്രത്തോളം പ്രയോറിറ്റി ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ എന്നുള്ളതും, ദെൻ റെഫറൻസ് ടു ഫോളോ, നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത്, ഏതൊക്കെ വീഡിയോസാണ് നിങ്ങൾ കാണേണ്ടത്, ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളാണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടതെന്നുള്ള കാര്യം, ദെൻ പാറ്റേൺ ടു ഫോളോ, നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ കഴിഞ്ഞ തവണ 2016 സെപ്റ്റംബറിൽ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2014 വിജ്ഞാപനം വന്നത്, 2016 അതിൻ്റെ എക്സാം നടന്നു, 2019 അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത്, 2021 അതിൻ്റെ അവസാനത്തെ ഇത് നടന്നത്, അഡ്മിഷൻ നടന്നത്. ഓക്കെ, സോ നമുക്ക് ബേസിക് സബ്ജക്റ്റുകളിൽ നിന്ന് തുടങ്ങാം. ബേസിക് സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, ബേസിക് സിവിൽ, ബേസിക് ഇലക്ട്രിക്കൽ, ബേസിക് ഇലക്ട്രോണിക്സ്, ബേസിക് മെക്കാനിക്കൽ ആൻഡ് ബേസിക് കമ്പ്യൂട്ടർ സയൻസ്. ഈ സബ്ജക്റ്റുകളിൽ നിന്നും എത്രത്തോളം ക്വസ്റ്റ്യൻ കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം ഒന്ന് പറഞ്ഞിരിക്കാം. 20 ക്വസ്റ്റ്യൻ കഴിഞ്ഞ തവണ GK ചോദിച്ചിരുന്നു. ഇത്തവണ നമുക്ക് അതുണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ്, അത് ബേസിക് സബ്ജക്റ്റ് ആയാലും കോർ സബ്ജക്റ്റ് ആയാലും, നമ്മളിപ്പം പറയിൽ നിന്നും കുറച്ചുകൂടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. കാരണം 20 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ അവർക്ക് എവിടെ വേണമെങ്കിലും ഇടാനുള്ള പ്രൊവിഷൻസ് ഇത്തവണയുണ്ട്. സോ ഈ ടേബിൾ ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള 80 മാർക്സിന് ചോദിച്ചിട്ടുള്ള ടെക്നിക്കൽ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ ഇട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തോണം. ഒന്നാമത് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ നിന്നും കഴിഞ്ഞ തവണ 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. ഈ 5 ക്വസ്റ്റ്യൻസും ഒരു മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. വളരെ ഈസി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ വളരെ ടഫ് എന്ന് പറയാനും പറ്റാത്ത, എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് കുറച്ചെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോഡറേറ്റ് ലെവലിലുള്ള 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ നിന്ന് ചോദിച്ചിരുന്നത്. അതിൽ നമ്മുടെ സിലബസിൽ നിന്നും എല്ലാ പോർഷനിൽ നിന്നും കവർ ചെയ്യുന്ന രീതിയിലുള്ള 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുള്ളത്. ബേസിക് സിവിലിൽ കഴിഞ്ഞ തവണ 3 ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിരുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള 3 ക്വസ്റ്റ്യൻ, വളരെ ബേസിക് ലെവലിലുള്ള 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. ഇത്തവണ നമുക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു 5 ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം നമുക്ക് ബേസിക് സിവിലിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം 20 ക്വസ്റ്റ്യൻസ് GKയിൽ നിന്ന് മാറിയതിൻ്റെ പ്രൊവിഷൻ നമുക്ക് ബേസിക് സബ്ജക്ട്സിലും കോർ സബ്ജക്റ്റിലും റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ ബേസിക് മെക്കാനിക്കലിൽ നിന്നും കഴിഞ്ഞ തവണ 7 ക്വസ്റ്റ്യൻസോളം ചോദിച്ചിരുന്നു. ബേസിക് മെക്കാനിക്കലിൽ നിന്നും വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് മെക്കാനിക്കലിൻ്റെ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ബേസിക് ഇലക്ട്രിക്കലിൽ നിന്നും ഒരു 6 ക്വസ്റ്റ്യൻസ്, ബേസിക് ഇലക്ട്രോണിക്സിൽ നിന്നും 4 ക്വസ്റ്റ്യൻസ്, ബേസിക് കമ്പ്യൂട്ടർ സയൻസിൽ 5 ക്വസ്റ്റ്യൻ. ഇതിൽ ബേസിക് കമ്പ്യൂട്ടർ സയൻസിനകത്ത് മാത്രമാണ് കുറച്ചൊരു ഡിഫിക്കൽറ്റി ലെവൽ നമുക്ക് ഫീൽ ചെയ്തിരുന്നത്. അത് കാരണം ഈ 5 ക്വസ്റ്റ്യനിൽ 4 ക്വസ്റ്റ്യൻസും പ്രോഗ്രാമിംഗ് ആയിരുന്നു. പ്രോഗ്രാമിങ്ങിൻ്റെ ഔട്ട്പുട്ട് പോലുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ പ്രോഗ്രാമിംഗ് കൃത്യമായിട്ട് പഠിക്കാത്ത ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒട്ടും ആൻസർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ബാക്കിയുള്ള ബേസിക് സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഈസി അല്ലെങ്കിൽ മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ബേസിക് സബ്ജക്റ്റിൽ നിന്ന് ചോദിച്ചിരുന്നത്. ബേസിക് സബ്ജക്റ്റുകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഓക്കെ, വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമാണ്. എന്നാൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കാൻഡിഡേറ്റ്സും അങ്ങനെ പ്രിപ്പയർ ചെയ്യാത്ത ഒരു ഏരിയയും കൂടാണ് ഈ ബേസിക്സ് എന്ന് പറയുന്നത്. മെക്കാനിക്കലിൻ്റെ കോർ സബ്ജക്റ്റിലൊക്കെ ആളുകൾ നല്ലൊരു എക്സ്പെർട്ട് ആയിരിക്കാം, പക്ഷേ ബേസിക് സബ്ജക്റ്റൊക്കെ അപ്പോഴത്തേക്കും നമ്മൾ മറന്നുപോകും. ഗ്രാജുവേഷനൊക്കെ കഴിയുമ്പോഴത്തേക്ക് ബേസിക് ലെവലിലുള്ള കാര്യങ്ങൾ, ഇലക്ട്രോണിക്സിൻ്റെയും ഇലക്ട്രിക്കലിൻ്റെയും കാര്യങ്ങളൊക്കെ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ റാങ്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്.
ദെൻ കോർ സബ്ജക്റ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെക്കാനിക്കലിൻ്റെ കോർ സബ്ജക്റ്റിലേക്ക് വരുവാണെങ്കിൽ തെർമോഡൈനാമിക്സിൽ നിന്നും ഇത് ഞാൻ ഡിവൈഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ സബ്ജക്റ്റ് വൈസ് ആയിട്ടാണ്. ബിടെക്കിന് നമ്മൾ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റ് വൈസ് ആയിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ സിലബസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തേക്ക് സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ മോഡ്യൂൾസ് ആയിട്ടായിരുന്നു കൊടുത്തിരുന്നത്. ആ മോഡ്യൂൾസിനകത്ത് ചില സബ്ജക്റ്റുകളൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ തിയറി ഓഫ് മെഷീൻസും ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻസും ഒക്കെ മെഷീൻ ഡ്രോയിങ്ങും ഇതെല്ലാം കൂടെ ഒരുമിച്ച് കമ്പൈൻഡ് ആയിട്ട് ഒരു ഒറ്റ മോഡ്യൂളായിട്ടാണ്. IC എഞ്ചിൻസും റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് കമ്പൈൻ ചെയ്ത് ഒറ്റ മോഡ്യൂളായിട്ടാണ്. ഓക്കെ, അതുപോലെ മോഡ്യൂൾ വൈസ് ആയിട്ടാണ് നമുക്ക് സിലബസ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ബിടെക്കിന് പഠിച്ച ആ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ തെർമോഡൈനാമിക്സിൽ 4 ക്വസ്റ്റ്യൻ ആയിരുന്നു തെർമോഡൈനാമിക്സിൽ നിന്ന് ചോദിച്ചിരുന്നത്. ദെൻ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്നും 4 ക്വസ്റ്റ്യൻസ്, ഹീറ്റ് ട്രാൻസ്ഫറിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് മാത്രമേ കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കുറേ പോർഷൻ നമുക്ക് പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിലും 2 ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ തവണ ചോദിച്ചിരുന്നത്. ഇത്തവണ അത് 20 മാർക്കിൻ്റെ പ്രൊവിഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ട്രാൻസ്ഫറിൽ നിന്നും കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. തിയറി ഓഫ് മെഷീൻസ് ടോം എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 7 ക്വസ്റ്റ്യൻ ഒക്കെ കമ്പാരിറ്റീവ്ലി ഹൈ വെയിറ്റേജ് ഉണ്ടായിരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ്, DME എന്ന് പറയുന്ന ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സിനകത്ത് മെഷീൻ ഡ്രോയിങ്ങിൻ്റെ ആ ഏരിയയും കൂടെ ഒക്കെ വരുന്നുണ്ട്. സോ അതിനകത്ത് നിന്ന് 7 ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ടായിരുന്നു. IC എഞ്ചിൻസിൽ നിന്നും IC എഞ്ചിൻ്റെ പോർഷനിൽ നിന്നും 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന ആ പോർഷൻ തെർമലിൽ തന്നെ വരുന്നതാണ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. അതിൽ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2 ക്വസ്റ്റ്യനും വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റവും അതുപോലെ സൈക്രോമെട്രി ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹൈഡ്രോളിക് മെഷീൻ, ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ നെക്സ്റ്റ് ലെവലിലായിട്ട് വരുന്ന ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്നതിനകത്ത് നിന്നും 2 ക്വസ്റ്റ്യൻ, ടർബൈനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, അതിനകത്ത് നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ മെറ്റീരിയൽ സയൻസിൽ നിന്നും ഒരു 4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നിന്നും ഒരു 6 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കഴിഞ്ഞ തവണ വന്നത് ഈ സബ്ജക്റ്റിനാണ്. പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഈ സബ്ജക്റ്റിൽ നിന്നും 10 ക്വസ്റ്റ്യനാണ് കഴിഞ്ഞ തവണ ചോദിച്ചത്. ഈ 10 ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ആയിരുന്നു എന്നുള്ളതും ഒന്ന് ഓർക്കേണ്ടതാണ്. വളരെ ബേസിക് ലെവലിലുള്ള കോം ആൻഡ് ഐയുടെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ തവണ ചോദിച്ച 10 ക്വസ്റ്റ്യൻസ്. ഇതിൽ ന്യൂമറിക്കൽസ് എന്ന് പറയുന്നത് വളരെ വിരലെണ്ണാവുന്ന ന്യൂമറിക്കൽസ് മാത്രമേ കഴിഞ്ഞ തവണ ചോദിച്ചിരുന്നുള്ളൂ. റാദർ ദാൻ മാത്തമാറ്റിക്സ് 4 ചോദിച്ചിരുന്നു. 5 ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നതിലെല്ലാം ന്യൂമറിക്കൽ തന്നെ ആയിരുന്നു ഡെഫിനറ്റ്ലി. പക്ഷേ അല്ലാതെ നമ്മുടെ കോർ സബ്ജക്റ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ന്യൂമറിക്കൽസ് വളരെ കുറവായിരുന്നു. പക്ഷേ ഇത്തവണ നമുക്ക് കുറച്ചുകൂടെ ന്യൂമറിക്കൽസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം PSC ഇപ്പോൾ ഒരു ട്രെൻഡ് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. ഡിഫിക്കൽറ്റി ലെവൽ ഒന്ന് കൂട്ടിയിട്ടുണ്ട് ടെക്നിക്കൽ എക്സാംസിൻ്റെ. അതുകൊണ്ട് തന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഗേറ്റ് ലെവലിലോട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കാറുണ്ട് ഇപ്പോൾ. സോ അതുകൊണ്ട് തന്നെ നേരത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ ലെവൽ വെച്ചിട്ട് മാത്രം പഠിച്ചു പോകരുത്. നിങ്ങളൊരു ഗേറ്റ് എക്സാമിന് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേ രീതിയിൽ വേണം, ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി വേണം അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ആ എക്സാമിനെ കാണേണ്ടത്. ബേസിക് സബ്ജക്ട്സിൻ്റെ ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. സബ്ജക്ട് പ്രയോറിറ്റി എന്തിനൊക്കെയായിരുന്നു കഴിഞ്ഞ തവണ പ്രയോറിറ്റി ഉണ്ടായിരുന്നതൊക്കെ. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞ തവണ ചോദിച്ചിരുന്നത് ബേസിക് മെക്കാനിക്കലിലായിരുന്നു. ദെൻ ബേസിക് ഇലക്ട്രിക്കലിൽ നിന്നും എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ നിന്നും ബേസിക് കമ്പ്യൂട്ടർ സയൻസിൽ നിന്നും ബേസിക് ഇലക്ട്രോണിക്സിൽ നിന്നും ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ബേസിക് സിവിലിൽ നിന്നുമായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെ ബേസിക് സിവിലിൽ നിന്ന് 3 ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് അധികം ബേസിക് സിവിൽ അധികം പഠിക്കേണ്ട എന്നുള്ളൊരു ചിന്താഗതിയെ വേണ്ട. എല്ലാത്തിനും ബേസിക് സബ്ജക്റ്റിന് എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഇതിൽ ബേസിക് മെക്കാനിക്കലിനകത്ത് വരുന്ന പോർഷൻസ് ആക്ച്വലി നമ്മൾ കോർ സബ്ജക്റ്റിൽ വീണ്ടും പഠിക്കും. പല കാര്യങ്ങളും നമ്മൾ വീണ്ടും പഠിക്കും. അതിപ്പം കാർനോട്ട് സൈക്കിളോ അല്ലെന്നുണ്ടെങ്കിൽ ബേസിക് തെർമോഡൈനാമിക്സോ ഒക്കെ നമ്മൾ തെർമോഡൈനാമിക്സ് പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പഠിക്കും. അതുകൊണ്ട് നമ്മൾ ബേസിക് മെക്കാനിക്കൽ അത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കോർ സബ്ജക്റ്റിൽ നിന്നും ബേസിക് മെക്കാനിക്കലിൻ്റെ സാധനങ്ങൾ പലതും നമുക്ക് കിട്ടും. ബാക്കിയുള്ള സബ്ജക്റ്റ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ട് അവിടെ ഉപേക്ഷിച്ചിട്ട് പോരുന്ന കുറേ സബ്ജക്റ്റുകളുണ്ടല്ലോ, ബേസിക് ഇലക്ട്രോണിക്സും ബേസിക് കമ്പ്യൂട്ടർ സയൻസും ഒക്കെ, അതെല്ലാം നല്ല വൃത്തിക്ക് പഠിച്ചോണം. അതാണ് നിങ്ങളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ ബേസിക് കോഴ്സസ് തന്നെയാണ്. കാരണം കോർ കോഴ്സസിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന മോഡറേറ്റ് ലെവൽ ആൻഡ് ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും സെയിം ആയിരിക്കും. ഒരു 40 ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 30 ക്വസ്റ്റ്യനോ ഈസി ആൻഡ് മോഡറേറ്റ് ലെവലിലുണ്ടെന്നുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കൂടുതലായിരിക്കും.
പിന്നെ നിങ്ങൾക്ക് റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന എവിടെ നിന്നായിരിക്കും? പലരും പഠിക്കാതിരിക്കുന്ന ബേസിക് കോഴ്സിൽ നിന്നായിരിക്കും. ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും ഒന്നും പലരും നോക്കിയിട്ടായിരിക്കത്തില്ല എക്സാമിന് വരുന്നത്. പക്ഷെ നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവരുമായി കമ്പയർ ചെയ്തിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ദാറ്റ് വിൽ ഡിസൈഡ് യുവർ റാങ്ക്. ഓക്കെ, പിന്നെ വരുന്ന റാങ്ക് ഡിസൈഡിങ് ഫാക്ടർ ഒന്നെന്ന് പറയുന്നത് ടഫ് ക്വസ്റ്റ്യൻസും ടഫസ്റ്റ് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത സ്ലൈഡിൽ അതിനെ പറ്റിയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. സോ എല്ലാ പോർഷൻസിനും ബേസിക് സബ്ജക്റ്റിലെ എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ പ്രയോറിറ്റി കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കുക. കോർ സബ്ജക്റ്റിലേക്ക് വരുവാണെങ്കിൽ ഓൾറെഡി പറഞ്ഞു ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കഴിഞ്ഞ തവണ ചോദിച്ചിരുന്നത് 20% ക്വസ്റ്റ്യനും. ഈ 20% എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 80 പറയുന്നത്. ഔട്ട് ഓഫ് 80 കോർ സബ്ജക്റ്റിലെ 20% ക്വസ്റ്റ്യനും. കോർ സബ്ജക്റ്റിലെ 20% ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് പോം ആൻഡ് ഐയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വളരെ ടൈം എടുത്തിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് പോം ആൻഡ് ഐ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ തെർമൽ സ്ട്രീമിലുള്ള സബ്ജക്റ്റുകൾ പഠിക്കുക, പ്രൊഡക്ഷൻ സ്ട്രീമിലുള്ള സബ്ജക്റ്റുകൾ പഠിക്കുക, ആൻഡ് ദെൻ ഡിസൈൻ സ്ട്രീമിലുള്ള സബ്ജക്റ്റുകൾ പഠിക്കുക. ഓരോന്നിൻ്റെയും വെയിറ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാനുഫാക്ചറിങ് പ്രോസസ്സിൽ 12% ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കെ 4% ഉള്ളൂ. 2 ക്വസ്റ്റ്യൻസ് ഒക്കെ മാത്രമേ ഹീറ്റ് ട്രാൻസ്ഫറിന് ചോദിച്ചിട്ടുള്ളൂ. എന്ന് കരുതി സ്കിപ്പ് ചെയ്യരുത് ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും. ഹീറ്റ് ട്രാൻസ്ഫറും കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. എങ്കിലും കഴിഞ്ഞ തവണ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള കാര്യം നിങ്ങൾ ഓർത്തിരുന്നോണം. തെർമോഡൈനാമിക്സിൽ നിന്നും 8%. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പഠിക്കുന്ന ബേസിക് തെർമോഡൈനാമിക്സ് ഉണ്ടല്ലോ, ആ ബേസിക് തെർമോഡൈനാമിക്സിൽ നിന്നാണ് 8%. പിന്നെ തെർമൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്ന ആ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നമ്മൾ IC എഞ്ചിൻസും റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിനകത്തു നിന്നൊക്കെ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് 4%, 6% ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സോ ടോട്ടൽ തെർമൽ സ്ട്രീമിൽ നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 15 to 20% ക്വസ്റ്റ്യൻസ് തെർമൽ സ്ട്രീമിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി കഴിഞ്ഞ തവണത്തെ 2016 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഡിഫിക്കൽറ്റി ലെവലൊന്നും നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഓരോരുത്തർക്കും ചിലപ്പോൾ മാറി മാറി വരാം. കാരണം ഡിഫിക്കൽറ്റി ലെവൽ എനിക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നോർമലി ഒരു ആവറേജിൽ എങ്ങനെയാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്? ചില ക്വസ്റ്റ്യൻസ് കണ്ടാൽ നമുക്ക് എല്ലാവർക്കും പറയാം ഓക്കെ ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയാം. ആ ഒരു കൺസിഡറേഷനിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് ഈ ക്വസ്റ്റ്യൻസിന്. ഒരു ടഫസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു 3 ക്വസ്റ്റ്യൻസ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു 3 ക്വസ്റ്റ്യൻസോളം ടഫസ്റ്റ് എന്ന് പറയാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ദെൻ ടഫ് കുറച്ചുകൂടെ ടഫ് ലെവൽ കുറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു 12 ക്വസ്റ്റ്യൻ. ദെൻ മോഡറേറ്റ് ആയിട്ടുള്ള കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളവർക്കൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 40 ക്വസ്റ്റ്യൻസ്, 40% ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ദെൻ ബാക്കി 25 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളത്, ഒരു തവണയെങ്കിലും വായിച്ചു പോയവർക്കൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന 25 ക്വസ്റ്റ്യൻസ്. ശരിക്കും നിങ്ങൾക്ക് ഈ ഈസി ക്വസ്റ്റ്യനും ആൻഡ് മോഡറേറ്റ് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വന്നേക്കാം. അതിൽ ചിലപ്പോൾ മിസ്റ്റേക്സ് ഒക്കെ വരാം, നെഗറ്റീവ് ഒക്കെ വന്നേക്കാം. എങ്കിലും റാങ്ക് ലിസ്റ്റ് വരാൻ ഇതൊക്കെ മതിയായിരിക്കും, മോഡറേറ്റ് ഈസി ഒക്കെ മതിയായിരിക്കും. പക്ഷേ റാങ്ക് ലിസ്റ്റ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നില്ല. ടോപ്പ് റാങ്കിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ആൻസർ ചെയ്യേണ്ടി വരും, ടഫ് ആൻഡ് ടഫസ്റ്റ്. ഓക്കെ, റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടർ, ബേസിക് സബ്ജക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ ടഫ് ആൻഡ് ടഫസ്റ്റ് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം മോഡറേറ്റ് ക്വസ്റ്റ്യൻസും ഈസി ക്വസ്റ്റ്യൻസും മോസ്റ്റ് ഓഫ് ദ കാൻഡിഡേറ്റും ആൻസർ ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങളെ അതിൽ നിന്നും മാറ്റി നിർത്തുന്നത് ഏതായിരിക്കും? ടഫും ടഫസ്റ്റ് ക്വസ്റ്റ്യൻസും ആയിരിക്കും. ഓക്കെ, സോ ടഫ് ആൻഡ് ടഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം, നിങ്ങൾ കൃത്യമായുള്ള പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ലൈഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ വീഡിയോ ലെക്ചേഴ്സിനെ നിങ്ങൾ റെഫർ ചെയ്യാം? മെയിനായിട്ട് നിങ്ങൾ റെഫർ ചെയ്യേണ്ട വീഡിയോ ലെക്ചർ എന്ന് പറയുന്നത് NBTL വീഡിയോസ് ആണ്. ഇത്തവണ ഗേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് കൊണ്ട് തന്നെ ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന അതേ മൈൻഡ് സെറ്റോടുകൂടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന ഒരു വീഡിയോ സെഷനാണ് NBTL വീഡിയോസ് എന്ന് പറയുന്നത്. NBTL വീഡിയോസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. IITs ഓഫർ ചെയ്യുന്ന കോഴ്സസ് ആണ് NBTL വീഡിയോസ് എന്ന് പറയുന്നത്. നമുക്ക് ബിടെക്കിന് പഠിക്കാനുള്ള സബ്ജക്റ്റുകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ IITയിലെ വളരെ എക്സ്പെർട്സ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന വീഡിയോസാണ് NBTL വീഡിയോസ് എന്ന് പറയുന്നത്. ഏത് സബ്ജക്റ്റിൻ്റെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഫ്ലൂയിഡ് മെക്കാനിക്സ് NBTL വീഡിയോസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ NBTLൻ്റെ സൈറ്റിലേക്കുള്ള ഒരു ലിങ്ക് കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ അത് യൂട്യൂബിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലേക്കുള്ള ഒരു ലിങ്ക് കിട്ടും. ഓക്കെ, സോ യൂട്യൂബിൽ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. സോ ഇവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. NBTL വീഡിയോസിനെ ആധാരമാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മിസ്റ്റേക്സ് വളരെ കുറച്ച്, മിസ്റ്റേക്സ് 0 എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലായിരിക്കും ആ ക്ലാസ്സസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വീഡിയോസും കൂടെ ആണ്. ഓക്കെ, ദെൻ MIT ഓപ്പൺ കോഴ്സ് വെയർ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്, അതിനകത്തുനിന്നും നിങ്ങൾക്ക് വീഡിയോസ് കിട്ടും. ഓക്കെ, സോ കൂടുതലായിട്ടും NBTL വീഡിയോസ് പ്രിഫർ ചെയ്യുന്നു. കാരണം ഗേറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ്
പ്രിഫർ ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത് NPTEL വീഡിയോസ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഡ്രോബാക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്. ഓരോ പോർഷൻസും അവർ ഒരുപാട് ടൈം എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ന്യൂമറിക്കലും കാര്യങ്ങളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്. ഓരോ ചെറിയ പോർഷൻസും ചിലപ്പം 1 hour ഒക്കെ വന്നേക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ട്, ആവശ്യത്തിനുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് NPTEL വീഡിയോസിനെ ആശ്രയിക്കാവുന്നതാണ്. ദെൻ ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് ആയിട്ട് ബിടെക്കിന് നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളുള്ള കാര്യം അറിയാം. ഓരോ ഓതേഴ്സിന് വെച്ചിട്ട് ടെക്സ്റ്റ് ബുക്കുകളുള്ള കാര്യം നമുക്കറിയാം അല്ലേ. പക്ഷേ ആ ടെക്സ്റ്റ് ബുക്കുകൾ അല്ല നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ. ഡെഫിനറ്റ്ലി തിയറി പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകളെ ആശ്രയിക്കാം, അതിൽ പ്രശ്നമില്ല. പക്ഷേ തിയറി പഠിച്ചു കഴിഞ്ഞിട്ട് എത്രത്തോളം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് PSCക്ക് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ്, അത്രത്തോളം നമ്മൾ ആ സബ്ജക്റ്റിൽ എക്സ്പെർട്ട് ആവുകയാണ്. സോ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള 3 ടെക്സ്റ്റ് ബുക്കുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് ടെക്സ്റ്റ് ബുക്കുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്താൽ ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടും. എങ്കിലും റിലയബിൾ ആയിട്ടുള്ള ഒരു 3 ടെക്സ്റ്റ് ബുക്കുകൾ ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനും കൂടെ ആണ് ഈ മെൻഷൻ ചെയ്തിരിക്കുന്നത്. RS കുറുമിയുടെ കൺവെൻഷണൽ ആൻഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് കുറച്ച് തിയറിയും ഉണ്ട്, പിന്നെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ദെൻ ഡോക്ടർ DS കുമാർ അതിൻ്റെ ഒബ്ജക്റ്റീവ് ആൻഡ് കോമ്പറ്റീവ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഫോർ കോമ്പറ്റീവ് എക്സാംസ് എന്ന് പറയുന്ന ആ സബ്ജക്റ്റ് അത് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്. അറൌണ്ട് 50,000 ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. ദെൻ ഡോക്ടർ RK ബെൻസാലിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുന്നത്. ദെൻ റെഫറൻസ് നോക്കാൻ ഇനി നിങ്ങൾക്ക് പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യണം. ഒരു സബ്ജക്റ്റ് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള 2 സൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് www.textbook.com, ദെൻ www.sandfoundry.com. ഇതിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ഓരോ പോർഷനും റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ആൻസർ MCQയിൽ ആൻസർ ചെയ്യുന്നതിൻ്റെ തൊട്ട് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ആൻസർ കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം. ഇനി നിങ്ങളുടെ ആൻസറിൻ്റെ എക്സ്പ്ലനേഷൻ കറക്റ്റ് ആൻസറിൻ്റെ എക്സ്പ്ലനേഷനും അതിൻ്റെ കൂടെ തന്നെ കാണും. സോ നല്ല 2 സൈറ്റുകളാണ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള 2 സൈറ്റുകളാണിത്. ഇനി നിങ്ങൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതിനെപ്പറ്റിയുള്ള ഒരു ഐഡിയ ആണ്. ഫ്രം വെയർ ടു സ്റ്റാർട്ട്. അപ്പോൾ ആ സ്റ്റഡി പ്ലാൻ ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു ഗൈഡ് ലൈൻ മാത്രമാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. സോ ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യം, ഒന്നാമത് ബേസിക് സബ്ജക്റ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ ആദ്യമേ ബേസിക് സബ്ജക്ട്സ് പഠിക്കുക. നിങ്ങൾ സെൽഫ് ലേൺ ആണെന്നുണ്ടെങ്കിൽ ബേസിക് സബ്ജക്ട്സ് സ്റ്റാർട്ടിങ്ങിലെ പഠിച്ചു തുടങ്ങുക. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. റാങ്ക് ഡിസൈഡിങ് ഫാക്ടേഴ്സ് വരുന്നത് ബേസിക് സബ്ജക്റ്റിൽ നിന്നാണ്. Then thoroughly on basic like design and production subject. പ്രൊഡക്ഷൻ സബ്ജക്റ്റിലും ഡിസൈനിലും നിങ്ങൾ തറവായിട്ട് പഠിക്കണം. കാരണം ഡിസൈൻ പോലുള്ള സബ്ജക്റ്റുകളിൽ ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ വരുന്നുണ്ട്. തിയറി ഓഫ് മെഷീൻസ് ആണെന്നുണ്ടെങ്കിലും ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ. ഈ ഡിസൈൻ എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് മാത്രമല്ല, ഡിസൈൻ സ്ട്രീമിൽ വരുന്ന സബ്ജക്റ്റുകളെ പറ്റിയിട്ടാണ് ഡിസൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അതിൽ കൂടുതൽ ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് തറവായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അത് പഠിക്കണം, ഡിസൈനും പ്രൊഡക്ഷൻ സബ്ജക്ട്സും. Then give more time for thermal subjects and POM and IE. Principle of Managementum, Industrial Engineering, Thermal Engineering ഒക്കെ നിങ്ങൾ കുറച്ച് എക്സ്ട്രാ ടൈം ബാക്കിയുള്ള സബ്ജക്റ്റിന് കൊടുക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് പഠിക്കുക. കാരണം ഇതിൻ്റെ വെയിറ്റേജ് കൂടുതലായതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം. POM and IE മാത്രം 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ തവണ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്താൽ അതൊരിക്കലും വേസ്റ്റ് ആവില്ല. സോ ഇതാണ് ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പം തെർമൽ സബ്ജക്റ്റ് പഠിക്കുകയാണ്, തെർമൽ സ്ട്രീമിലുള്ള സബ്ജക്റ്റ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് പഠിച്ചു തുടങ്ങരുത്. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ബിടെക്കിന് എന്താണോ പഠിച്ചത്, തെർമൽ സ്ട്രീമിലേക്ക് നമുക്ക് തുടങ്ങുന്ന എവിടുന്നായിരുന്നു, ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പിന്നെ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് ആണ് ആദ്യം പഠിക്കുന്നത് അല്ലേ. തെർമോഡൈനാമിക്സ് ആദ്യം പഠിക്കുക. ദെൻ അടുത്ത സ്റ്റേജിൽ തെർമൽ എഞ്ചിനീയറിംഗിൻ്റെയോ അല്ലെങ്കിൽ IC എഞ്ചിൻ്റെയോ ഒക്കെ പോർഷൻസ്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം നിങ്ങൾ പഠിച്ചു പോകാനായിട്ട്. ഏറ്റവും പാടുള്ള സാധനം തന്നെ എടുത്ത് ആദ്യം പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ പഠിക്കുന്നതിനുള്ള ഒരു ഇൻട്രസ്റ്റ് തന്നെ പോയി. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണോ ബിടെക്കിന് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചത് ആ ഒരു ഹൈറാർക്കിയിൽ തന്നെ പഠിച്ചു പോവുക. ഓക്കെ, അവസാനമായിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു കോട്ടോടുകൂടി നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇഫ് യു വാണ്ട് ടു ലീവ് എ ഹാപ്പി ലൈഫ്, ടൈ ടു എ ഗോൾ, നോട്ട് ടു പീപ്പിൾ ഓർ തിങ്സ്. നിങ്ങൾക്കൊരു ഹാപ്പി ലൈഫ് അല്ലെങ്കിൽ ഒരു സക്സസ് ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലക്ഷ്യം മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഹാപ്പി ലൈഫ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ,
സോ ഏണസ്റ്റ് അക്കാഡമിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പ്രൊഫസറിൻ്റെ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ്. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോഴ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. താങ്ക് യു ഓൾ.